ശ്രീ എം ജയചന്ദ്രൻ, നോക്കൂ, 7 പേരിൽ നിന്നായി 1,18,00,000 രൂപയാണ് വാങ്ങിയിരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. കോൺഗ്രസ് നേതൃത്വത്തെ വിശ്വസിച്ച് ഇടനില നിന്ന ഒരു ഇടപാടിലാണ് ഒരു 78-കാരന് അവസാനം ഈ നിലയിൽ ജീവൻ തന്നെ ഹോമിക്കേണ്ടി വരുന്നത്. ഹലോ, അസുത എന്നോടല്ലേ? അതെ, ശ്രീ എം ജയചന്ദ്രൻ, താങ്കളോടാണ്. ഹലോ ശ്രീ എം ജയചന്ദ്രൻ, കേൾക്കാൻ സാധിക്കുന്നുണ്ടോ? ഇടയ്ക്കൊന്ന് കട്ടായി പോയതുകൊണ്ടാണ് ചോദിച്ചത്. ശരി ശരി, പറഞ്ഞോളൂ. ഈ പ്രശ്നത്തിൽ ഇപ്പോൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വിഷയത്തിൽ പിന്നെ ഒരുപാട് വിവരങ്ങൾ ഇനിയും പുറത്തു വരാനുണ്ട്. ഇപ്പോൾ പ്രൊഫസർ റോണി പറയുന്നത് പോലല്ല വസ്തുതകൾ അവിടെ നിലനിൽക്കുന്നതെന്ന് കോൺഗ്രസ്സുകാർ പോലും സമ്മതിക്കും. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് സമയമുണ്ടെങ്കിൽ ഈ ചർച്ചയിൽ തന്നെ പോവാം, കുഴപ്പമൊന്നുമില്ല. ഇതിൽ ഈ പറയുന്ന 1 കോടിയിൽ ചില്ലുവാൻ രൂപ, 1,1.18 കോടി രൂപയാണല്ലോ പറയുന്നത്. ഈ പണം മുഴുവനും ഈ ആത്മഹത്യ ചെയ്ത NM വിജയൻ അപഹരിച്ചു എന്നാണ് നിങ്ങളുടെ നിലപാടെങ്കിൽ കോൺഗ്രസ് അത് പരസ്യമായി പറഞ്ഞാൽ മതി, പിന്നെ നമുക്ക് ബോധ്യമാവും. നിങ്ങളത് പറയുന്നുമില്ല. പിന്നെ അതിന് പകരം ഒരു ഡോക്ടറുടെ സണ്ണിയുടെ പേരൊക്കെയാണ് പറയുന്നത്. ആ വ്യക്തി പിന്നെ CPM പാനലിൽ മത്സരിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്ത് മറുപടിയാണത്? ആരോപണം സ്ട്രെയിറ്റായിട്ട് MLA IC ബാലകൃഷ്ണൻ നേരെയാണ്. അത് രേഖാമൂലം തന്നെ പുറത്ത് വന്നിട്ടുമുണ്ട്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. എന്നിട്ടും പറയുകയാണ് അദ്ദേഹം ഇതിനകത്തൊന്നും ഒന്നും ചെയ്തിട്ടില്ല, അന്വേഷണ കമ്മീഷനെ വെച്ചു, അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് വന്നു, 2 പേരെ നടപടിയെടുത്ത് പുറത്താക്കി. ശരി, താങ്കളുടെ വാദത്തിന് വേണ്ടി മാത്രം മുഖവിലയ്ക്ക് സ്വീകരിക്കുന്നു. എന്നിട്ട് ഒരു സംശയം അങ്ങോട്ട് ചോദിച്ചോട്ടെ. ഇനി ഇതോടുകൂടി ഈ പണം കൊടുത്ത ആൾക്കാരുടെ പരാതി അവസാനിച്ചോ? അവസാനിച്ചെങ്കിൽ ഈ തർക്കമൊന്നുമില്ലല്ലോ. ഇദ്ദേഹം കോൺഗ്രസ് നേതാവായിട്ടുള്ള DCC ട്രഷറർ ആത്മഹത്യ ചെയ്യേണ്ട പ്രശ്നം വരുന്നില്ലായിരുന്നല്ലോ. എന്തിനാണ് പിന്നെ അദ്ദേഹം ആത്മഹത്യ ചെയ്തത്? ഈ നിങ്ങൾ 2 ആൾക്കാരെ നടപടിയെടുത്ത് പുറത്താക്കിയത് 2021-ലാണല്ലോ. ഇവർ മരിക്കുന്നത് 2024 കഴിഞ്ഞ ദിവസമാണ് അല്ലേ? ഇന്നലെയാണ് മരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ വാദിക്കുന്നത് പോലെ ഉള്ള നടപടികളല്ല അവിടുത്തെ യാഥാർത്ഥ്യം എന്നുള്ളത് ഈ മരണത്തിൽ കൂടെ തന്നെ പുറത്തു വരികയാണ്. അതിൻ്റെ പിന്നിൽ IC ബാലകൃഷ്ണനാണെന്നുള്ള രേഖകളിലൂടെയാണ് വ്യക്തമാവുന്നത്. അല്ലാതെ കൈരളി ചാനലിനോ ചർച്ചയിൽ പങ്കെടുക്കുന്ന എനിക്കോ മറ്റ് മാധ്യമങ്ങൾക്കോ ഒന്നും അതിൻ്റെ അകത്ത് വേറെ ഇദ്ദേഹത്തിനെ പ്രതിയാക്കണമെന്ന് പ്രത്യേകിച്ച് ഒരു താല്പര്യവുമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ പേര് ഉന്നയിക്കുന്നതും ആരാണ്? കോൺഗ്രസ് നേതാവായിരുന്ന ആത്മഹത്യ ചെയ്ത ശ്രീ വിജയൻ തന്നെയാണ്. എല്ലാവരും വിജയേട്ടൻ എന്ന് വിളിക്കുന്ന ആ കോൺഗ്രസ് നേതാവാണ് ആത്മഹത്യ ചെയ്യാൻ ഇടയായത്. അപ്പോൾ പ്രബലമായ ചില പുതിയ പ്രശ്നങ്ങൾ ചോദിക്കേണ്ടി വരുന്നുണ്ട് ഈ കേസിൽ പ്രൊഫസർ റോണി കെ ബേബി. അതിൽ പ്രധാനമെന്ന് ഞാൻ കരുതുന്ന കാര്യം മാത്രം ഞാനിവിടെ പറയാം. രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾക്ക് സജീഷ് മറുപടി പറയാനുണ്ടല്ലോ. ഏറ്റവും പ്രധാനം 2006-2015 VS സർക്കാരിൻ്റെ കാലത്താണ് പിന്നെ സഹകരണ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് G. സുധാകരൻ സഹകരണ മന്ത്രിയായിരിക്കെ കൊണ്ടുവരുന്നത്. സഹകരണ വകുപ്പ് CPIM-ൻ്റെ പക്കലായിരുന്നതുകൊണ്ട് ആദ്യം പാർട്ടിയിൽ ആലോചിച്ച് പിന്നെ LDF-ൽ അത് ചർച്ച ചെയ്ത് പിന്നെ മന്ത്രിസഭായോഗ തീരുമാനമായിട്ട് വരികയായിരുന്നു സഹകരണ റിക്രൂട്ട്മെൻറ്റ് ബോർഡ്. 2010-ലാണത് വരുന്നത്. പിന്നീട് വരുന്ന ഉമ്മൻചാണ്ടി സർക്കാർ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്തു അതിന് ചില കാര്യം. എന്നിട്ടാണ് പുതിയ നോട്ടിഫിക്കേഷൻ വരുന്നത് 2011-16 UDF സർക്കാരിൻ്റെ കാലത്ത്. അത് പ്രകാരമൊക്കെയുള്ള ആകത്തുകയിൽ, വിശദീകരിക്കാൻ പറയുന്നില്ല, ആകത്തുകയിൽ ഒരു സഹകരണ സംഘത്തിൽ നേരിട്ട് നിയമിക്കാൻ സഹകരണ സംഘം ബോർഡിന് കഴിയുന്നത് പ്യൂൺ പോസ്റ്റ് മാത്രമാണ്. ക്ലാസ് 4 ജീവനക്കാരുടെ തസ്തിക മാത്രമാണ്. ബാക്കിയെല്ലാം നടത്തുന്നത് സഹകരണ റിക്രൂട്ട്മെൻറ്റ് ബോർഡാണ്. അതാണ് വസ്തുത, യാഥാർത്ഥ്യം എന്നിരിക്കെ എങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾ കോടിക്കണക്കിന് രൂപ പിന്നെ കോഴയായി കൈപ്പറ്റിക്കൊണ്ട് നിയമനം കൊടുക്കാമെന്ന് പറഞ്ഞ ആൾക്കാരുടെ നിന്ന് പണം വാങ്ങിച്ചെടുക്കുന്നത്? ഇതാണ് ഉയർന്നു നിൽക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. പ്രൊഫസർ റോണി, അഡ്രസ്സ് ചെയ്യേണ്ട, നിങ്ങൾക്ക് ഇനി അഡ്രസ്സ് ചെയ്യാൻ നിങ്ങൾ തയ്യാറായിട്ടില്ലാത്തതും എന്നാൽ ഒരു കാരണവശാൽ നിങ്ങൾക്ക് അതിൽ ഒളിച്ചോടാൻ കഴിയാത്തതുമായ യാഥാർത്ഥ്യം അതാണ്. എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ പിന്നെ റിക്രൂട്ട്മെൻറ്റ് ബോർഡിനെ കൂടെ സ്വാധീനിക്കാം എന്ന് പറഞ്ഞാണ് നിങ്ങൾ പണം വാങ്ങിച്ചിട്ടുള്ളതെന്നാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കിയത്. ഈ ചർച്ചയ്ക്ക് വരുന്നതിന് മുമ്പ് വയനാട്ടിലെ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ മനസ്സിലാവുന്ന അങ്ങനെയാണ്. അത് ഈ പ്യൂൺ പോസ്റ്റിലേക്ക് മാത്രമല്ല നിങ്ങളുടെ നേതാക്കൾ പണം പറ്റിയിരിക്കുന്നത്.
അതുകൊണ്ട് തന്നെ ഈ പേരിലുള്ള ഈ പേര് പറയുന്ന നേതാക്കൾ ആരുടെ പേരിലാണോ കുറ്റം ആരോപിക്കപ്പെടുന്നത് ആ നേതാക്കളുടെ കുരുക്ക് ചെറുതായിട്ടൊന്നുമുള്ള കുരുക്കല്ല, അത് വളരെ ഗൗരവമേറിയ കുരുക്ക് തന്നെയായിട്ടാണ് രൂപപ്പെടുന്നത്. അത് ഞാൻ ആ ഭാഗം അവിടെ നിർത്തുന്നു നിയമപരമായി. പിന്നെ ഇത് പുതിയതാണോ കോൺഗ്രസ്സിൽ? കഴിഞ്ഞ വർഷം ആദ്യം എന്തിനാണ് പുൽപ്പള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എബ്രഹാമിനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടത്? പിന്നീട് ജാമ്യത്തിൽ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം. രാജേന്ദ്രൻ നായർ ആത്മഹത്യ ചെയ്തത് എന്തിനായിരുന്നു? 70,000 രൂപയാണ് ആ മനുഷ്യൻ വായ്പ എടുത്തത് പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ നിന്ന്. പക്ഷേ നോട്ടീസ് വരുമ്പോൾ എത്രയാണ്? 25 ലക്ഷം രൂപ വായ്പ എടുത്തു, 40 ലക്ഷം രൂപ നിങ്ങൾ തിരിച്ചടക്കണം, പലിശ ഉൾപ്പെടെ. ആ മനുഷ്യൻ വരണ്ടു പോയി, മറ്റു മാർഗമൊന്നുമില്ല, കെട്ടിത്തൂങ്ങി. ഇതാണല്ലോ സംഭവിച്ചത്. അതിനു മുമ്പ് നിങ്ങളുടെ ബത്തേരിയിലെ മണ്ഡലം പ്രസിഡന്റ് പി വി ജോസിൻ്റെ കാര്യം താങ്കളൊന്ന് അന്വേഷിക്കൂ. മണ്ഡലം പ്രസിഡൻ്റായിരുന്നു. അദ്ദേഹത്തിനെ പിന്നെ സഹകരണ മേഖലയല്ല ചതിച്ചത്, തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് ചതിച്ചത്. പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് ഇവർ തോൽപ്പിച്ചു. ബോധപൂർവ്വം നേതാക്കന്മാർ വട്ടം കൂടിയെന്ന് തോൽപ്പിച്ചു അദ്ദേഹം ആരോപിച്ച് കത്തെഴുതി വെച്ച് ആത്മഹത്യ ചെയ്തത്. ഇപ്പോഴും പിന്നെ ഇന്നലത്തെ മരണത്തിലും ട്രഷററുടെ മരണത്തിലും ആത്മഹത്യാക്കുറിപ്പ് ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ അതിപ്പം കാണാനില്ല. കോൺഗ്രസ് നേതാക്കൾ തന്നെ കൈക്കലാക്കിയെന്നാണ് അവിടുത്തെ ഒരു വിഭാഗം മറ്റു കോൺഗ്രസ് നേതാക്കൾ തന്നെ ആരോപിക്കുന്നത്. അതും അന്വേഷണത്തിൽ ഇരിക്കുകയാണല്ലോ, അതിരിക്കട്ടെ. അത്തരത്തിൽ നിയമവിരുദ്ധമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുക. ഇ ഡി വരെ മറ്റേ കെ എബ്രഹാമിൻ്റെ കേസിൽ പുൽപ്പള്ളി സഹകരണ ബാങ്കിൽ റെയ്ഡ് നടത്തുകയൊക്കെ ചെയ്തല്ലോ, അദ്ദേഹത്തിന് വീട്ടിലും ബാങ്കിലും ഒക്കെ. നമ്മുടെ എല്ലാം മുമ്പിലുള്ള അതിൻ്റെ വിവരങ്ങളൊക്കെ. ഇതൊക്കെ ഉണ്ടായിട്ട് എന്താണ് കോൺഗ്രസ് ചെയ്തത് ഒരു പാർട്ടി എന്നുള്ള നിലയിൽ? വല്ലതും ചെയ്തോ? ആ വ്യക്തിയെ നടപടിയെടുത്ത് പുറത്താക്കിയെന്നൊക്കെ പറയുന്നത് താങ്കളിപ്പോൾ പറഞ്ഞതുപോലെ 2020 ഞങ്ങൾ അന്വേഷണ റിപ്പോർട്ട് വന്നു, 2 പേരെ ഞങ്ങൾ പുറത്താക്കി, പിന്നെന്തിനാണ് ഇപ്പോൾ എന്നാണ് താങ്കൾ ഞങ്ങളോട് ചോദിക്കുന്നത്, ഈ ചർച്ചയിലിരുന്ന് കേരളീയ സമൂഹത്തിനോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ ആത്മഹത്യയുടെ പാപഭാരം ആര് വഹിക്കണം? ആരും വഹിക്കണ്ട. മരിച്ച അച്ഛനും മരിച്ച മകനും ആത്മഹത്യ ചെയ്ത 2 പേരും മാത്രം, അവരുടെ മാത്രം പിന്നെ സ്വയംകൃതാനർത്ഥം എന്നാണ് നമ്മൾ വകവെച്ച് കൊടുക്കേണ്ടത് എന്നാണ് താങ്കൾ പറയുന്നതെങ്കിൽ അങ്ങനെ തുറന്നു പറയണം. അത് അവരുടെ സ്വയംകൃതാനർത്ഥമാണ്, അല്ലെങ്കിൽ അവരുടെ വിധിയാണത് എന്ന് പറഞ്ഞ് താങ്കൾ അങ്ങനെ പരസ്യമായി പറഞ്ഞാൽ മതി. പക്ഷേ അതുകൊണ്ട് നിയമക്കുരുക്ക് ഒഴിവാകുന്നില്ല. അത്ര വൃത്തികെട്ട പണിയാണ് കാണിച്ചിട്ടുള്ളത്. രേഖയുമുണ്ട് അതിന്. IC ബാലകൃഷ്ണൻ MLA കുറ്റക്കാരനാണോ കുറ്റവിമുക്തനാണോ എന്നുള്ളത് എനിക്ക് തീരുമാനിക്കാൻ കഴിയില്ല, നമുക്കാർക്കും കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേരിലാണ് ആരോപണങ്ങൾ മുഴുവൻ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്, ഒരു ബഞ്ച് ഓഫ് എവിഡൻസ്, തെളിവുകളുടെ ഒരു കൂട്ടം തന്നെ ഉണ്ട് അതിന്. അത് പിന്നെ അവഗണിക്കാൻ കഴിയില്ല പ്രൊഫസർ റോണി കെ ബേബി. ശരി.